സ്വാതന്ത്ര്യത്തിന്റെ 77-ാം വാർഷികത്തിൽ സ്വാതന്ത്ര്യത്തെ പറ്റി നമുക്ക് ആലോചിക്കാം. ശരിക്കും ഫ്രഞ്ച് വിപ്ലവത്തോട് ചേർന്ന് 18-ാം നൂറ്റാണ്ടിൽ നമുക്കുണ്ടാവുന്ന ഒരു വലിയൊരു ഉൾക്കാഴ്ചയാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊരു സ്ലോഗനിലൂടെ ലോകം ആകമാനം പരന്നു വ്യാപിച്ച ഒരു ദർശനമാണ്. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ശരിക്കും ആരും ആരെയും നിയന്ത്രിക്കാത്ത, ചട്ടക്കൂടുകളില്ലാത്ത, ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ സാധിക്കുന്ന, അവരുടെ ശക്തിയും അധികാരവും ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കാനും പ്രകടിപ്പിക്കാനും സാധിക്കുന്ന ഒരു സംവിധാനം ആണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും സ്വാതന്ത്ര്യം എന്നൊരു പദമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തോട് ചേർത്ത് ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്തെ ആ ദർശനം മുതൽ ചേർത്ത് വെക്കുന്ന മറ്റ് പദങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തോട് ചേർത്ത് സാഹോദര്യവും സമത്വവും അതിനോട് ചേർത്ത് വെക്കുന്നുള്ളൂ. സമത്വവും സാഹോദര്യവും അതിനോട് ചേർന്നാണ് സ്വാതന്ത്ര്യത്തെ പറ്റിയും ചിന്തിക്കേണ്ടത് എന്ന് ഇത് വിളിച്ചു പറയുന്നുണ്ട്. സാഹോദര്യവും സമത്വവും നിലനിർത്തുവാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും വെല്ലുവിളിക്കാത്ത വിധത്തിലുള്ള സ്വാതന്ത്ര്യം. ഇവിടെ സാഹോദര്യവും സമത്വവും ഉറപ്പാക്കുകയും അതേസമയം സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്യേണ്ടി വരുന്ന ഇടത്ത് ഓരോ ദേശരാഷ്ട്രങ്ങളും ഇതിന് പറ്റിയ വിധത്തിൽ അതിരുകൾ നിർണയിക്കത്തക്കവണ്ണം അധികാരങ്ങളുടെയും ജീവിതത്തിൻ്റെയും ഇടപാടുകളുടെയും ഒക്കെ നിയന്ത്രണം, അതിനുവേണ്ടി ഒരു ഭരണഘടന അല്ലെങ്കിൽ നിയമാവലികൾ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യം ശരിക്കും അയൽക്കാരൻ്റെ സ്വാതന്ത്ര്യവും നമ്മളുടെ അവകാശങ്ങൾ അയൽക്കാരൻ്റെ അവകാശവും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അയൽക്കാരന് കിട്ടുന്ന അവസരങ്ങളും ഒക്കെ ഉറപ്പാക്കി സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഊട്ടി ഉറപ്പിച്ചു പോകുന്നതിന് ഭരണഘടന ആവശ്യമായി വരും. അന്നേരം ഭരണഘടനയും നിയന്ത്രണവും ഉള്ള ഭരണവ്യവസ്ഥയ്ക്കുള്ളിൽ അനുവദിക്കപ്പെടുന്ന വിധത്തിൽ ഉള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. 77-ാം വാർഷികത്തിൽ നാം ഉറപ്പാക്കേണ്ടത് എൻ്റെ സ്വാതന്ത്ര്യം സാഹോദര്യവും സമത്വവും കൂടെ ഉറപ്പാക്കി, എൻ്റെ അയൽക്കാരൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ അയൽക്കാരൻ്റെ അവസരവും എൻ്റെ അയൽക്കാരൻ്റെ നീതിയും ഉറപ്പാക്കി എൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ 77-ാം വാർഷികം ഏറ്റവും അർത്ഥപൂർണമാകുന്നത്. അന്തസ്സുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് സിവിൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരാളുടെ ഔദാര്യം കൊണ്ടല്ല ജീവിക്കുന്നത്, അതെൻ്റെ അവകാശമാണ്. എൻ്റെ മൗലിക അവകാശങ്ങൾ, എൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കുവാനുള്ള സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു ഗവൺമെന്റ്, ഭരണ സംവിധാനം, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു രാജ്യത്തിലെ പൗരന് അന്തസ്സും അഭിമാനവും ഉറപ്പാക്കുന്നെങ്കിൽ മാത്രമാണ് ശരിക്കും ഒരു ലിബർട്ടി എന്ന വാക്കുകൊണ്ട് ശരിക്കും അർത്ഥപൂർണമാകുന്നത്. ഫ്രീഡം, മറ്റൊരർത്ഥത്തിൽ ലിബർട്ടി, ഇത് ഓരോ പൗരനും അനുഭവിക്കുവാൻ സാധിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ അഭിമാനത്തോടും അന്തസ്സോടും കൂടെ ജീവിക്കുവാനായി സാധിക്കും. ജീവിതം ഒരു ഔദാര്യമായി തീരാതെ, ജീവനും സ്വത്തിനുമുള്ള ഒരു സംരക്ഷണം ഔദാര്യമായി തീരാതെ ജീവിക്കുവാനുള്ള അവകാശം, അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും ആശയങ്ങൾ പിന്തുടരുവാനും ഒക്കെയുള്ള മൗലിക അവകാശങ്ങൾ ഒക്കെ ചേർന്ന് നമ്മളുടെ ജീവിതത്തെ ആത്മാഭിമാനമുള്ള ഒരു ജീവിതമാക്കി തീർക്കുന്നു എന്നതാണ്. അതുകൊണ്ട് 77-ാം വർഷം ശരിക്കും അഭിമാനമുള്ള പൗരന്മാരായി ജീവിക്കാൻ തക്കവണ്ണം ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ക്രമീകരണങ്ങൾ, ഭരണ സംവിധാനങ്ങൾ പക്വതയോടെ ഇടപെടാൻ സാധിച്ചാൽ 77 വർഷം എന്നത്
77 വർഷം എന്നത് അഭിമാനത്തോടെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കേണ്ടുന്ന ഒരു വലിയ അനുഭവതലമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ ശരിക്കും സ്വാതന്ത്ര്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജോൺ ലോക്കിനെ പോലുള്ളവരൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യം എന്നാൽ തങ്ങളെ ഭരിക്കേണ്ടുന്നത് ആരാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്നാണ്. നമ്മളെ ഭരിക്കേണ്ടുന്ന ആരാണ് എന്ന് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനെ സ്വാതന്ത്ര്യം എന്ന് പറയാം എന്ന് ജോൺ ലോക്കിനെ പോലുള്ള ചിന്തകന്മാർ പറയുന്നു. പ്രസിദ്ധമായൊരു പ്രയോഗമാണ് ഭരിക്കപ്പെടുന്നവരുടെ സമ്മതത്തോടെയുള്ള ഭരണം. അതായത് ഞാനൊരാളെ ഭരിക്കണമെങ്കിൽ അയാളുടെ കൺസെന്റ് ആവശ്യമാണ്, അയാളുടെ സമ്മതവും അനുവാദവും ആവശ്യമാണ്. ശരിക്കും ജനാധിപത്യ സംവിധാനത്തിൽ അന്ന് ശരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു ഇടപെടലൊക്കെ നടക്കുന്ന 1689-കളിലൊക്കെയാണ്, 1680-കളിലൊക്കെ ആണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വരുന്നത്. ആ സമയത്ത് ഇന്ന് കാണുന്ന ജനാധിപത്യ വ്യവസ്ഥയൊന്നുമില്ല. ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ മുൻപെഴുതിയ ആശയങ്ങളാണ്. ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ അതിശയം തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ ആശയം ഫ്രഞ്ച് വിപ്ലവത്തെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ആര് എന്നെ ഭരിക്കണം അല്ലെങ്കിൽ ഞങ്ങളെ ഭരിക്കണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാനാവുന്ന അതാണ് സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവന്റെ അനുവാദം വാങ്ങി ഭരിക്കുന്ന സംവിധാനമാണ് ശരിക്കുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത് ശരിക്കും റൂസോയുടെ വാക്കുകൾ ശരിക്കും ഇതിനെ കുറച്ചുകൂടെ ക്ലിയർ ആക്കുന്ന ഒന്നാണ്. ഫ്രീഡം ഈസ് ദ പവർ ടു ചൂസ് അവർ ഓൺ ചെയിൻസ്. എൻ്റെ ചങ്ങലകളെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം. അന്നേരം നിയന്ത്രണങ്ങളില്ലാത്തൊരു ജീവിതമല്ല, പക്ഷെ എന്നെ ആര് നിയന്ത്രിക്കണം എന്നത് ഞാൻ തീരുമാനിക്കും. ചങ്ങലകളും ബന്ധനങ്ങളും ഇല്ലാത്ത ജീവിതമല്ല, പക്ഷേ ഇറ്റ് ഇസ് എ ഫ്രീഡം ടു ചൂസ് അവർ ഓൺ ചെയിൻസ്. ഞാൻ എന്നെ ബന്ധിച്ചിടുന്നു, എൻ്റെ ചങ്ങലകൾ ഏതെന്ന് എനിക്ക് തന്നെ തീരുമാനിക്കാനുള്ള, എൻ്റെ ചങ്ങലകൾ എടുത്തണിയാൻ എനിക്ക് തന്നെ സ്വാതന്ത്ര്യമുള്ള, ഏതൊക്കെ ചങ്ങലകളായിരിക്കണം എന്നെ ബന്ധിക്കേണ്ടത് എന്ന് എനിക്ക് തീരുമാനിക്കാൻ അധികാരമുള്ള അവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യബോധം ഈ രാജാ-പ്രജാ ബന്ധത്തിലില്ല. രാജാവും പ്രജയും പറഞ്ഞാൽ രാജാവിനെ ആരാണ് രാജാവും തീരുമാനിക്കാനുള്ള അധികാരം ജനത്തിനില്ല. ജനാധിപത്യ സംവിധാനത്തിൽ മാത്രമാണ്, ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ മാത്രമാണ് എന്നെ ആര് ഭരിക്കണം എന്നത്. ഇനി ഭരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ അധികാരിയെ മാറ്റി വേറൊരാളെ വെക്കാൻ, എന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് കിട്ടുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്തിനെന്നെ ഭരിക്കണം? അത് നമുക്ക് തുറന്ന് ചിന്തിക്കാം. എന്തിനാണ് ഒരാൾ എന്നെ ഭരിക്കേണ്ടി വരുന്നത്? ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സ്വാതന്ത്ര്യം ഈ വിധത്തിൽ വിനിയോഗിക്കുന്നത്? ഒരു അധികാരിയുടെ കീഴിൽ ഞാൻ എൻ്റെ തല വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന പ്രക്രിയയാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. അത് ശരിക്കും ഈ തോമസ് ഹോബ്സിന്റെ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി ഉണ്ട്. കോൺട്രാക്ട് തിയറി 1651-കളിലാണ്, 17-ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം വരുന്നത്. ആ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി തോമസ് ഹോബ്സിന്റെ ഈ ഒരു സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ഇത് വളരെ വിശദമാക്കുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിയറി അനുസരിച്ച് ഒരു പരസ്പര ധാരണയിലെത്തുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു കൺസെന്റ്, ഭരിക്കപ്പെടുന്ന ആളും ഭരിക്കുന്ന ആളും ഒന്നും വേണം എന്ന് പറയുന്നത് പോലെ ഇവിടെ സംഭവിക്കുന്ന ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ സാമൂഹ്യ ജീവിതത്തിൽ ശരിക്കും മനുഷ്യൻ പ്രകൃതിയ ആക്രമണകാരിയാണ്. അതായത് നമ്മളീ പറയുന്ന പോലെ മനുഷ്യൻ ശാന്തനല്ല. മനുഷ്യൻ സ്വാഭാവികമായും ആക്രമണ സ്വഭാവമുള്ള ആളാണ്. മറ്റുള്ളവരെ കീഴടക്കാനുള്ള പ്രവണത ഉള്ള ആളാണ് മനുഷ്യൻ. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതും കീഴടക്കുക എന്ന് പറയുന്നതും ഒക്കെ മനുഷ്യന്റെ പ്രകൃതമാണ്. ഇത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ
എൻ്റെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും. അതിനകത്ത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഞാൻ മൂലം വേറൊരാൾ ആക്രമിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആക്രമിക്കപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നേക്കാൾ ബലവാൻ എന്നെ ആക്രമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്നേരം ഞാൻ സുരക്ഷിതനല്ല. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ, ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു സമൂഹത്തിൽ ഞാൻ സുരക്ഷിതനല്ല എന്ന ബോധം മനുഷ്യനുണ്ടാവുകയും ആ മനുഷ്യൻ സ്വയം തന്നെ തന്നെ പരിമിതപ്പെടുത്തുകയാണ്. ഞാൻ എന്നെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു. മറ്റൊരാളും ഈ സമൂഹത്തിലെ ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു. ഞാനും എൻ്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി, സ്വന്തം സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ വേണ്ടി ഉള്ളൊരു ഉടമ്പടിയിലേക്ക് വരുന്നു. അതിനുവേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഒരാളെ, ഒരു സംഘത്തെ തിരഞ്ഞെടുത്തിട്ട് ഇതെങ്ങനെയാണ് ഈ ഭരണം, നിയമാവലികളുടെ വെളിച്ചത്തിൽ ഭരണം നടത്താൻ ഒരാളെ ഏൽപ്പിക്കുന്നു. ശരിക്കും ഒരു രാജാവൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. ഇതിനെ റെസൊല്യൂഷൻ ഓഫ് പീസ് എന്നാണ് തോമസ് ഹോബ്സ് വിളിക്കുന്നത്. അതായത് ഒരു സമാധാന ഒരു ഉടമ്പടിയാണ്, ഒരു ചട്ടമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കാൻ എന്നെ ആരെങ്കിലും നിയന്ത്രിക്കണം. എന്നെ നിയന്ത്രിക്കണം പറഞ്ഞാൽ എന്നെപ്പോലുള്ള എല്ലാവരെയും നിയന്ത്രിക്കണം. അതിന് ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ, എൻ്റെ അയൽക്കാരനും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ ഞാൻ സുരക്ഷിതനല്ല. അതുപോലെ എൻ്റെ അയൽക്കാരനും സുരക്ഷിതനല്ല. ഒരു സമൂഹം സുരക്ഷിതമായി നിൽക്കാൻ നിയന്ത്രണങ്ങളും നിയമങ്ങളും ആവശ്യമാണ്. അതിനാൽ ഞങ്ങളെ തന്നെ ഒരു രാജാവിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുൻപിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നു. ഒരു ചട്ടത്തിനും പ്രമാണത്തിനും വിധേയപ്പെട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ നിയന്ത്രിക്കണമേ എന്നുള്ളതാണ്. ഞങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നു. അന്നേരം നമ്മളുടെ ആ സ്വാതന്ത്ര്യം എന്നത് നമ്മൾ അടിയറ വെക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യം അപകടകരമാണ്. അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അപകടകരമാണ്. ഇന്ന് പലരും വീട് വിട്ടു പോകുന്നു, കാരണം നിയന്ത്രണം വേണ്ട. പക്ഷെ അപകടകരമാണ്. നാട് വിട്ടുപോകുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കുറവാണ്, വിദേശത്ത് സ്വാതന്ത്ര്യം കൂടുതലാണ്. സ്വാതന്ത്ര്യം കൊതിച്ചു പോകുന്ന യുവജനങ്ങൾ വളരെ കൂടുതലാണെന്ന് കേൾക്കുന്നു. പക്ഷെ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അപകടത്തിലേക്ക് പോകും. നമുക്ക് അറിയാം, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ഉള്ളിടത്തെല്ലാം ഫാമിലി കൊളാപ്സ് ആകുന്നത് കാണാൻ സാധിക്കും. ഫാമിലി കൊളാപ്സ് ആകുന്നു, വ്യക്തിബന്ധങ്ങൾ കൊളാപ്സ് ആകുന്നു. ഈ നിയന്ത്രണങ്ങൾ കൂടുന്നിടത്ത് ഫാമിലി വളരെ സ്ട്രോങ് ആകുന്നു. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായ സുഖമുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ അപകടവും ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് സാഹോദര്യവും സമത്വവും ഉറപ്പാക്കിയുള്ള, എൻ്റെ അയൽക്കാരൻ്റെ അവകാശങ്ങളും കൂടെ ഉറപ്പാക്കിയുള്ള ഒരു ജീവിതം, അതിനുവേണ്ടിയാണ് നമ്മളുടെ നിയമങ്ങളും ചട്ടങ്ങളും ഭരണഘടനകളും നിയന്ത്രിക്കുന്ന ആൾക്കാരും പോലീസും കോടതി അതുപോലെ നിയമനിർമ്മാണം നടത്തുന്ന ആൾക്കാർ ഒക്കെ ഇതിനകത്തെല്ലാം വരുന്നത്. ഇവരെല്ലാം ചേർന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നാൽ നമുക്ക് ഈ സമൂഹം നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെയാണ് നിയന്ത്രിക്കേണ്ടത്? ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അനുഭവം നമ്മളുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അവർ പറയുമോ, ഗവൺമെന്റ് പറയുമോ, നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം. അതായത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിയമമാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അവിടെ പോയി ഇരിക്കാൻ പാടില്ല, രാത്രി സഞ്ചരിക്കാൻ പാടില്ല, ഇങ്ങനെ സർവമാന നിയമം. എന്നിട്ട് ഇതിനെല്ലാം പെറ്റി അടിക്കുന്നു, ഫൈൻ അടിക്കുന്നു, ഇങ്ങനെ. അതായത് സർവമാന നിയമം കൊണ്ട് പൂർണ്ണമായി നമ്മളെ കെട്ടി വരിയുന്നതാണോ ഭരണം? അതെന്നേരം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുവാനായി സാധിക്കുന്നത് എന്നത് ശരി. ജോൺ സ്റ്റുവർട്ട് മിൽ, JS മിൽ, അദ്ദേഹത്തിന്റെ എസ്സേ ഓൺ ലിബർട്ടി എന്ന ഒരു ലേഖനം 1859 19ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധമായുണ്ട്. അദ്ദേഹത്തിന്റെ
ഒരു പ്രധാനപ്പെട്ട തത്വമായിരുന്നു ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഹാംഫുൾ ആയിട്ടുള്ള ഇടപാടുകൾ എന്താണ്, ഹാംഫുൾ അല്ലാത്ത ഇടപാടുകൾ എന്താണ്, ഹാംഫുൾ ആയത് മാത്രം നിയന്ത്രിച്ചാൽ മതി എന്നത്. അതിന് അദ്ദേഹം ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. നമ്മളുടെ ഡീഡുകളെ ഒന്ന് അവനവനെ മാത്രം ബാധിക്കുന്ന പ്രവൃത്തികൾ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്താൽ എന്നെ മാത്രമേ ബാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളത്, അതിനെ അദ്ദേഹം സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ് എന്ന അദ്ദേഹം വിളിക്കുന്നത്, എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, രണ്ടാമത്തെ ആക്ടിവിറ്റിയെ പറ്റി പറയുന്നത് മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്ന പ്രവൃത്തികൾ, അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്താൽ എന്നെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, അതോ ഞാൻ ചെയ്യുന്നൊരു കാര്യം മറ്റൊരാളെ ബാധിക്കുന്നുണ്ടോ? ഉദാഹരണം, പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യുമോ, അതിന് വേറെ ആളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സ്വകാര്യമായിരുന്ന് മദ്യപിക്കുന്നു. യെസ്, അങ്ങനെ അന്നേരം ഇത് രണ്ടും ഒന്ന് മറ്റൊരാൾ ഹാംഫുൾ ആകുന്നു. ഒരാൾ മദ്യപിച്ച് മറ്റൊരു ബഹളം ഉണ്ടാകും. അന്നേരം മറ്റുള്ളവരെ ബാധിക്കുന്ന പ്രവൃത്തികളും എന്നെ മാത്രം ബാധിക്കുന്ന പ്രവൃത്തികളും. ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി അനുസരിച്ച്, പ്രിൻസിപ്പിൾ അനുസരിച്ച്, ഈ മറ്റുള്ളവർക്കും കൂടെ ഹാംഫുൾ ആവുന്ന കാര്യങ്ങളിൽ ആണ് നിയന്ത്രണം ഉണ്ടാകേണ്ടത് എന്നത് അദ്ദേഹം പറയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഇതില് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ എൻ്റെ സ്വാതന്ത്ര്യം ഇടപെടുന്നെങ്കിൽ, എൻ്റെ പ്രവൃത്തി മറ്റൊരാളെ ബാധിക്കുന്നെങ്കിൽ, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് ഹാംഫുൾ ആകുന്നുവെങ്കിൽ അതിൽ ഗവൺമെന്റ് ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യണം. അതേ ഗവൺമെന്റ് എന്നുള്ളതല്ല പറയുന്നത്, ഒരു വ്യക്തി തന്നെ വേറൊരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ ഇടപെടുന്നെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടാവേണ്ടത് ഒന്നുകിൽ അത് എന്താണ്, നമ്മുടെ സ്വന്തം രക്ഷയ്ക്കായിരിക്കണം. ഒരാൾ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇടപെട്ടാൽ എനിക്ക് ഇടപെടാം. അല്ലെങ്കിൽ പറയുന്നത് വേറൊരാൾക്ക് ഇടപെടുന്നെങ്കിൽ, അല്ലെ ഒരാൾക്ക്, അല്ലെ ഒരു സംഘത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇടപെടുന്നെങ്കിലും ഇടപെടാം. എന്നിട്ട് അവിടെയാണ് ഈ സർക്കാരും ഭരണകർത്താക്കളും പോലീസും ഒക്കെ വരുന്നത്. ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, വേറെ ആളുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ഒന്നുകിൽ അയാളുടെ പ്രവൃത്തി അല്ലെ ജീവിതശൈലി എനിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഹാംഫുൾ ആവുന്ന, വേറൊരു സമൂഹത്തിനോ ഹാംഫുൾ ആകുന്നെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കോ എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കാരിനോ പോലീസ് ഉദ്യോഗസ്ഥനോ ഇടപെടാം. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിലെ പോലീസ് അല്ലെങ്കിൽ രാജ്യത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നെങ്കിൽ അത് ഈ ഒരു മാനദണ്ഡം വെച്ചായിരിക്കണം. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിയമം വെച്ച് നിയന്ത്രിക്കുന്നത് ഒരു രാജ്യത്തിലെ പൗരന്റെ അഭിമാനത്തെയും അന്തസ്സിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു തിയറി വളരെ ഇന്നും ആധുനിക പൗരബോധമുള്ള ജനതകളുടെ സിവിലൈസ്ഡ് സൊസൈറ്റികളിലൊക്കെ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമുക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. പറയാറുണ്ടല്ലോ, ഒരുവന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്താണ് എന്ന് പറയുന്ന പോലെ, ഒരാളുടെ മൂക്കെ തൊടുന്നെങ്കിൽ അവിടെ നിയമം ഇടപെടേണ്ടി വരും. എന്നാൽ അവനവന്റെ കൈ എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാം, പക്ഷെ വേറൊരാളുടെ മൂക്കിൽ മുട്ടാനായിട്ട് പാടില്ല. വേറൊരാൾക്ക് ഹാംഫുൾ ആകുന്നെങ്കിൽ മാത്രമാണ് ഗവൺമെന്റ് ഇടപെടേണ്ടത് എന്നൊരു തിയറി അവിടെ നിൽക്കുന്നു. ശരിക്കും നമ്മളുടെ സമൂഹങ്ങൾ അത്രയും ആ രീതിയിലൊന്നും ചിന്തിച്ച് വളർന്ന് വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും ധാരാളം നിയമങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളുടെ സംസ്ഥാനം, ഭരണഘടന, ഇതെല്ലാം നമ്മളുടെ ഭരണ സംവിധാനങ്ങളൊക്കെ കുറേയൊക്കെ ഉറപ്പ് നൽകുന്നു. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിനേക്കാൾ ഉറപ്പ് നൽകുന്ന രാജ്യങ്ങളുണ്ടാവാം. നമ്മളിന്ന് വിശ്വപൗരന്മാരായിട്ടാണല്ലോ. ഏത് രാജ്യത്തിന്റെ പൗരൻ ചോദിച്ചാൽ പണ്ടത്തെ കൂട്ടൊരു കാലാവസ്ഥയല്ല. നമ്മളിന്ന് ലോകം മുഴുവൻ കണ്ട് ജീവിക്കുകയാണ്. ലോകത്ത് എവിടെയും നടക്കുന്നത് കണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കുന്ന ഒരു പൗരനെ പോലെ ജീവിക്കാൻ നമ്മുടെ ഇന്ത്യക്കാർക്കും അവകാശമുണ്ട് എന്നതാണ്. അത് ശരിക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ 77 വർഷം പ്രായമുള്ള സ്വതന്ത്ര ഇന്ത്യ ശരിക്കും ഇന്ത്യയിലെ പൗരന്മാരെ അന്തസ്സോടെ ജീവിക്കാൻ സഹായിക്കത്തക്ക സംവിധാനങ്ങളിലേക്ക് വളർന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ മറ്റുള്ളവരെ ഹനിക്കാത്ത,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഉള്ള സംവിധാനങ്ങളും അനുവാദങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാവണം. നമ്മുടെ ഈ സോഷ്യൽ മൊറാലിറ്റി, മോറൽ പോലീസിങ്, അതുപോലെ ഞാൻ ജനിച്ചു വളർന്നപ്പോൾ എൻ്റെ മൊറാലിറ്റി, ഞാൻ അധികാരത്തിലെത്തിയാൽ ആ ജനം മൊത്തം അനുസരിക്കണമെന്ന വാശി, ഇതൊന്നും തന്നെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ബാധകമല്ല എന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്തടത്തോളം കാലം അതിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യേണ്ടതില്ല എന്നൊരു സർക്കാരും അയൽക്കാരനും തീരുമാനിക്കുന്നിടത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവും. 77ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ രാജ്യം ഉയരങ്ങളിലേക്ക് വളരട്ടെ. ആ ഉയരം ഓരോ മനുഷ്യനും അന്തസ്സോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വവും സാഹോദര്യവും ഉറപ്പാക്കിയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്ന വിധത്തിൽ ഇന്ത്യയെ നമുക്ക് പരിപാലിക്കാം. ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ നമുക്ക് കാത്ത് സംരക്ഷിക്കാം. അതിനായി നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നോർത്ത് ജീവിക്കുകയും